മലങ്കര കാത്തലിക് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഹൃദയപൂർവ്വം പരിപാടിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറയിലെ മാർ ഇവാനിയോസ് വിദ്യാനഗറിൽ പ്രവർത്തിക്കുന്ന ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് സ്നേഹവീടിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോഷുവ കന്നീലത്ത് അച്ഛനാണ്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ സ്നേഹവീടിനെക്കുറിച്ച് അവിടുത്തെ ശുശ്രൂഷകളെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചിരുന്നു. ഈ പരിപാടിയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം. തത്വം അതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം അഞ്ചലിൽ പുതിയ ഈ സ്നേഹവീട് ആരംഭിച്ച ആ ഒരു ശൃംഖല ഇപ്പോൾ അഞ്ചലിൽ അമ്മ വീട് എത്തിയിരിക്കുകയാണ്. സ്നേഹവീടിൽ നിന്ന് അമ്മ വീട്ടിലേക്കാണ്. അമ്മ വീടിൻ്റെ തറക്കല്ലിടയിൽ സമയത്ത് അഭിനന്ദ ബാവത്തിരുമേനി ഒരു കാര്യം പറഞ്ഞത്, അമ്മമാരെല്ലാം വീടുകളിൽ സംരക്ഷിക്കപ്പെടണം എന്നൊരു തത്വം പറയാൻ കൊള്ളാം. തത്വം സംരക്ഷിക്കാം, പക്ഷേ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അമ്മമാർ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നു, പള്ളികളിലോ ക്ഷേത്രങ്ങളുടെയൊക്കെ നടകളിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ആ സാഹചര്യം വരാൻ പാടില്ല. അമ്മമാരെ നമ്മൾ ഏറ്റവും മാന്യമായിട്ട് സംരക്ഷിക്കണം. ഇത് തന്നെയാണ് എല്ലാവരുടെയും കാര്യത്തിൽ. അത് അനാഥ ബാല്യങ്ങളായാലും മനോബലം കുറഞ്ഞവരായാലും എല്ലാവരുടെയും കാര്യത്തിൽ ഇത് തന്നെയാണ് വരേണ്ടത്. തത്വങ്ങൾ ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര കരാറുകളുടെ ഭാഗമായ തത്വങ്ങൾ നമുക്ക് പറയാം. അത് പുതിയ NGOസും പുതിയ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നത് കയ്യടി വാങ്ങിപ്പോകുന്നു. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇവരാരും വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനും എപ്പോഴും പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ വീടുകളിൽ തന്നെ നിർത്തണം. ഞാനതുകൊണ്ട് എൻ്റെ ഇടവകളിലൊക്കെ തന്നെ ചില വിഷയം എൻ്റെ ഇടവകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം. എൻ്റെ ഇടവകളിലെല്ലാം കുട്ടികൾക്ക് ഞാൻ ഫ്രീഡം കൊടുത്തിരുന്നു. കുട്ടികളുടെ സ്ഥാപനം നടത്തുന്നതിലുപരി പാരീഷിൽ ഈ കുട്ടികൾക്ക് എൻ്റെ മേടയിൽ വന്നിരുന്ന് പഠിക്കാൻ അതിനുള്ള ഫെസിലിറ്റി ഞാൻ കൊടുക്കും. അത് നമ്മുടെ മുതിർന്ന കുട്ടികളെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ട്യൂഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാനിരുന്ന പള്ളികളിലെല്ലാം തന്നെ അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. കുട്ടികൾ ഇവിടെ വന്നിരുന്ന് പഠിക്കുക. വൈകുന്നേരം ആകുമ്പം അപ്പനും അമ്മയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ കൂടെ പോകാം. കള്ളുകൂടിയാണോ അല്ലെങ്കിൽ അവരുടെ കൂടെ ആ വിഷമം അറിഞ്ഞ് ജീവിക്കട്ടെ. രാവിലെ ചില പള്ളികളിലൊക്കെ രാവിലെ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു. അവരിങ്ങനെ വന്ന് നോക്കും. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ അമ്മച്ചി ഈ 10-25 കുറ്റി പുട്ടുണ്ടാക്കി വെച്ചേക്കും. പറമ്പിൽ പഴമുണ്ടല്ലോ നമ്മുടെ പള്ളികളിലൊക്കെ. ഈ പുട്ടും പഴമൊക്കെ നിന്നിട്ട് പിള്ളേർ സ്കൂളിൽ പോകും. സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറ് കിട്ടും. വൈകുന്നേരം 4 മണിക്ക് ചായ കൊടുക്കും. അത് കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ എല്ലാം വീട്ടിൽ പോയി അമ്മയുടെ അപ്പൻ്റെ കൂടെ പോയി കഞ്ഞിയും കുടിച്ച് ഒരു 8-8 ആകുമ്പോൾ അങ്ങനെ പല പള്ളികളിലും ഞാൻ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ചില കേസസ് വരുമ്പോൾ പറ്റില്ല. ഞാനൊരിക്കലും ഒരിടത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലൊരു അമ്മയും മോളും എൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയി. നമ്മുടെ ഈ പടിഞ്ഞാറൻ പ്രദേശത്താണ്. തിരിച്ച് അവിടെ നിന്ന് ഞാൻ സ്നേഹവീട് വരെ കരഞ്ഞു. കാരണം അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സാഹചര്യങ്ങളുമില്ല. ശരിയാണ്, അവിടെ താമസിക്കുന്നതാണ് നല്ലത്, അതാണ് ബുദ്ധിമുട്ടറിഞ്ഞ്. പക്ഷേ ഇവരെ എവിടെയെങ്കിലും മാറ്റി നിർത്തി ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളും ഇഷ്ടപ്പെടുന്ന അവിടെയാണ്. കാരണം ഇങ്ങനെ അലമ്പി ജീവിച്ച് പോകാം. മാറിയിരിക്കുമ്പോൾ ഡിസിപ്ലിനൊക്കെ ഉണ്ടല്ലോ, അത് കുഞ്ഞുങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവർക്ക് ഇഷ്ടം എപ്പം വേണ്ടി TV കാണാം, എപ്പം വേണ്ടി അങ്ങോട്ട് ഓടിയാം ഇങ്ങോട്ട് ഓടാം ഇങ്ങനെ. അപ്പം നമുക്ക് ശരിക്കും അവരുടെ ഒരു ജീവിത സാഹചര്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇവരെ പഠിപ്പിക്കാൻ ധാരാളം വേദികളുമുണ്ട്. ആ പാരീഷിന് വന്നിരുന്നിട്ട് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ കൊച്ചു പാരീഷിൽ നടക്കും. വലിയ പാരീഷിലൊക്കെ നടന്നുകൊള്ളണമെന്ന് എല്ലാ സ്ഥലത്തും അങ്ങനെ നടക്കണമെന്ന് പ്രത്യേകിച്ച്. അതുപോലെ നമ്മുടെ ഇടുക്കിയിലോ വയനാട്ടിലോ പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ മറയൂർ ഭാഗത്ത് എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ മറയൂർ സ്ഥാപനങ്ങളൊക്കെ പോകുമ്പോൾ ഈ വനപ്രദേശത്തുള്ള ആളുകളും ഈ തോട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾ പഠിക്കത്തില്ല, വീട്ടിൽ നിന്ന് പഠിക്കത്തില്ല. ഉറപ്പല്ലേ അവരെങ്ങനെ പഠിക്കും? അവർക്ക് ഇപ്പം ഞാനിപ്പം കഴിഞ്ഞ ദിവസം CC ജോണച്ചോട് പറഞ്ഞേ, അച്ഛൻ ഈ കോവിഡ് വന്നപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റെസിഡൻഷ്യൽ സ്കൂളാണ് നടത്തേണ്ടത്, സ്കൂളല്ല, ഈ വെർച്വൽ സ്കൂളല്ല നടത്തേണ്ടത്, റെസിഡൻഷ്യൽ സ്കൂൾ. കുട്ടി ഇവിടെ തന്നെ താമസിച്ച് അവന് പഠിക്കാം. അപ്പം കോവിഡ് അവിടെ കയറുന്നില്ല, അതെ ക്ലസ്റ്ററാണ്. ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ നിന്ന് കുഞ്ഞ് പഠിക്കട്ടെ. അതിന് നിങ്ങളുടെ ക്ലാസ് റൂമൊക്കെ സജ്ജീകരണം വെച്ചാൽ ഓരോ കുട്ടിയും നോക്കാൻ ഇൻസ്ട്രക്ടേഴ്സും ഉണ്ടെങ്കിൽ അതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ വേണ്ടത്. അല്ലാണ്ട് വെർച്വൽ നടക്കത്തില്ല. എത്ര കുഞ്ഞുങ്ങൾ പഠിക്കുന്നതായിരിക്കും നമുക്കറിയാം. കുഞ്ഞുങ്ങളുടെ പഠിത്തമൊക്കെ ഇപ്പോൾ 1 മണിക്കൂറിൽ 2 മണിക്കൂറോ ഈ ഇതിനകത്ത് കിട്ടുന്നത് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സാഹചര്യം കൊണ്ട് പഠിച്ചെന്നിരിക്കാം. അതൊക്കെ ഈ വിരളയിലുണ്ടാകുന്നത് മൊത്തത്തിൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ കാണുന്നത് ഈ ബോർഡിംഗ് സ്കൂളുകളാണ്.
കുട്ടികളെ അവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കട്ടെ. ഒരു അസുഖവും വരാതെ അവർ ശ്രദ്ധിക്കാൻ നോക്കും. അവർക്ക് വേണ്ടുന്നില്ല, വേണമെങ്കിൽ അവിടെ ഒരു ഹെൽത്ത് വർക്കേഴ്സ് അവരെ സഹായിക്കും. അല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ നന്മയാണ് നമ്മൾ അറിയുന്നത്. കേരളത്തിൽ ഇത്രയും കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. വിരലിലെണ്ണാവുന്നത് പോലുമില്ല ഇതുപോലുള്ള കെയർ ഹോമുകളിൽ. അതെ, ഒരു കാര്യം എനിക്ക് മനസ്സിലായതേ, പൈസ ഉള്ളവർക്ക് 3-3 ലക്ഷം രൂപ ചിലവാ 10 ദിവസത്തേക്ക്. പൈസ ഇല്ലാത്ത കെയർ ഹോമിൽ ഒരു പൈസയും ചിലവില്ല, ഇവർ മരിക്കുന്നുമില്ല, പാരസെറ്റമോൾ പോലും കൊടുക്കുന്നില്ല. കൊടുത്തുകൊണ്ടിരുന്ന മാനസിക രോഗത്തിന് മരുന്നല്ലാതെ ഒന്നും കൊടുക്കണ്ട. പിന്നെ റെസ്റ്റ് എടുക്കുന്നു. പിന്നെ ഭാഗ്യം കൊണ്ട് മത്സരിച്ച് ആൾക്കാർ ആ ദിവസങ്ങളിൽ ഇത് ഓരോ സംഘടനക്കാരോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ ഒക്കെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഓറഞ്ചോ ആപ്പിളോ കൊണ്ട് കൊടുക്കും പല സ്ഥാപനത്തിലും. അപ്പോൾ സ്ഥാപനക്കാരനോട് പറഞ്ഞറിയാമോ, ഈ കോവിഡിൻ്റെ ആ ഒരു 10-14 ദിവസം നല്ല സുഭിക്ഷമായ ഫുഡൊക്കെ കിട്ടി. അതുകൊണ്ട് നല്ല ആരോഗ്യം കഴിച്ച് കിടന്നു. അവർക്ക് വേറെ മരുന്നൊന്നും കൊടുത്തില്ല, റെസ്റ്റ് എടുത്തതേ ഉള്ളൂ. 7 ദിവസം കഴിഞ്ഞപ്പം നെഗറ്റീവായി. ഈ കെയർ ഹോമുകളിൽ ഇതാ ക്ലസ്റ്റർ, അവർ ഇത് വ്യാപനം നടക്കുന്നതാണല്ലോ, വ്യാപനത്തിനുള്ള അവസരം കൊടുക്കാതിരിക്കുക. അല്ല, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ അമേരിക്ക പോലുള്ള ഇതുപോലുള്ള കരാറുകളിൽ ഒപ്പിട്ടിരിക്കുന്ന വൻകിട രാജ്യങ്ങൾ കെയർ ഹോമുകളുടെ എണ്ണം താരതമ്യേന കുറവുള്ള രാജ്യങ്ങളിൽ മരണസംഖ്യ വളരെ കൂടുകയും, എന്നാൽ അത് ഞാൻ പറയാതെ പറഞ്ഞല്ലോ നമ്മുടെ എന്തുകൊണ്ടാണ് മരണസംഖ്യ കൂടിയെന്ന്. അത് ഞാൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ഈ ആളുകൾ വീടുകളിലേക്ക് പോകേണ്ടി വന്നപ്പോൾ, ഇൻഷുറൻസ് മാത്രമാകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടാതെ പോയി എന്ന് വേണം കരുതാൻ. അത് സംശയം ഞാനത് പറയാം. ഞാനത് ആ വാക്കുകൾ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയാതെ പറഞ്ഞിരിക്കുകയാണത്. എന്തുകൊണ്ടാണ് വികസിത രാജ്യങ്ങളിൽ കെയർ ഹോമുകൾ മുഴുവൻ ആളുകൾ മരിച്ചുപോയി, വികസിതമൊന്നുമല്ലാത്ത നമ്മുടെ ഈ രാജ്യത്ത് കെയർ ഹോമുകളിൽ കിടക്കുന്നവർക്ക് സർക്കാർ പ്രൊട്ടക്ഷൻ തന്നില്ല. സർക്കാർ പ്രൊട്ടക്ഷൻ തന്നു, ഹെൽത്ത് പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ട്. ഞമ്മളെ പോലീസൊക്കെ നല്ല പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്, നമ്മൾ കരുതിയിട്ടുണ്ട്. നമ്മുടെ സർക്കാരിന് അങ്ങനെ അക്കാര്യത്തിലൊക്കെ നമ്മൾ 100% ഞാൻ പലരോടും പറയാറുണ്ട്. ഞാൻ ഒരു പാർട്ടിക്കാരനൊന്നുമല്ല. നമ്മുടെ ഷൈല ടീച്ചറിനെ കൊണ്ട് അമ്മ മനസ്സ് പേഴ്സണലി ശ്രദ്ധ കോവിഡിൻ്റെ നിയന്ത്രണത്തിൽ ഗവൺമെൻറ് അങ്ങേയറ്റം ഉത്തരവാദിത്വം മാത്രമല്ല, ഹെൽത്ത് മിനിസ്റ്ററിന് ഞാൻ ഹെൽത്ത് എന്നുള്ള സോഷ്യലിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീറ്റിങ്ങിൽ പോകും. ഒരു അമ്മ മനസ്സ് ഉള്ള ഒരു ടീച്ചർ, ഒരു മന്ത്രിക്കൊക്കെ അപ്പുറത്ത് നമുക്ക് സാമീപ്യമുള്ള ഒരു അതൊക്കെ ഉണ്ട്, അത് സംശയമൊന്നുമില്ല. ആ രീതിയിൽ തന്നെയാണ് അതിനെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഞാൻ അതിൻ്റെ കുറച്ച് കാണിക്കുന്നതല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്കിതൊന്നും സംഭവിച്ചില്ല. കാരണം ഇതൊക്കെ അവരുടെയൊക്കെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു, ബലപ്പെടുത്തലുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ കോവിഡ് വരുമ്പോഴത്തേക്ക് ഇപ്പം ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ബോർഡ് ഓഫീസിൽ നിന്ന് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ, പ്രൊബേഷൻ ഓഫീസർ അവരെ അന്നേരം വിളിച്ചിരിക്കും, വിളിക്കുകയും സംസാരിക്കും. എല്ലാ ദിവസവും അദ്ദേഹം ഈ സ്ഥാപനങ്ങളിൽ വിളിക്കും. പ്രത്യേകിച്ച് കോവിഡ് സർക്കാരിൻ്റെ ഭാഗമാണത്. ജയകുമാർ സാറ് അങ്ങനെയൊക്കെയുള്ളവർ ഇതിനകത്ത് വളരെ സജീവമായി, അതുപോലെ ബീന മാഡം ഇതിനെക്കുറിച്ച് അന്നേരം ന്യൂസിലെത്തുകയും സ്ഥാപനത്തിൻ്റെ അവസ്ഥ അറിയിക്കുകയും നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സർക്കാരിൻ്റെ നമ്മുടെ ഉദ്യോഗസ്ഥർ, നല്ല ഉദ്യോഗസ്ഥർ നമുക്കുണ്ട്, അവരിതേ കരുതുന്നുണ്ട്. അത് സംശയമൊന്നുമില്ല. അതിനാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർ നല്ലതായി കരുതിയിട്ടുണ്ടെന്നുള്ളത് ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞത് മറ്റൊരു ഭാഗത്ത് മരണമൊക്കെ സംഭവിച്ചപ്പോൾ നമുക്ക് മരണം കുറഞ്ഞത് ഈ കരുതലുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഇതിനകത്ത് നേരിട്ടും നമ്മളായിട്ട് പേടിപ്പിച്ചൊന്നുമില്ല. അപ്പം പലരും പേടിച്ച് മരിച്ചതാണ്. സ്നേഹ വീട്ടിലെ ജോഷുവ അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. അച്ഛനോടെ അവർക്ക് മുടി വെട്ടി കൊടുക്കുന്നെന്നും താടി പഠിച്ചു കൊടുക്കുന്നെന്നും ഒക്കെ അറിയാം. ഈ ശുശ്രൂഷകളെല്ലാം നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ദൈവപരിപാലന ആയതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം ചെയ്തേ ഒക്കത്തുള്ളൂ. ദൈവം നമ്മെ നിർബന്ധിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. അവിടുത്തെ സ്നേഹവീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഒരു ആധ്യാത്മികത ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അത് തന്നെ എന്നെ ഒത്തിരി, പിന്നെ ആ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം തന്നെ വലിയ സപ്പോർട്ടാണ് നമുക്ക്. നല്ലൊരു നഗറാണ് നമുക്കുള്ളത്. അതെല്ലാം നമ്മുടെ പ്രവർത്തനത്തെ വലിയ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന എല്ലാം ഭയങ്കരമായ, കാരണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിന് ധാരാളം ആളുകൾ നഗറിൽ നിന്ന് അവിടെ വന്ന് ജപമാല പകലെല്ലാം പ്രാർത്ഥിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട്. അതുതന്നെ വലിയൊരു കാര്യമായിരുന്നു. ഈ കോവിഡിൻ്റെ കാലം ഞാനവിടെ അടച്ചത് കൊണ്ടുമാണ്, അല്ലെങ്കിൽ ആൾക്കാർ വന്നേനെ. ഞാൻ ആരും വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആളുകൾ വരാത്തതാണ്. ഇപ്പോഴും ഇന്നും എന്നോട് മെസ്സേജ് പലരും ഇട്ടു, അച്ഛാ എന്ന് ഞങ്ങൾക്ക് അമ്മമാർക്ക് എല്ലാവർക്കും ഒന്നിച്ച് വന്ന് അവിടെ പ്രാർത്ഥിക്കാനുള്ളൊരു
അവസരം ലഭ്യമാകും. ഞാനൊന്നും പറഞ്ഞില്ല, കാരണം കോവിഡല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ആളുകൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ധാരാളം ആളുകളുടെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. എൻ്റെ ഒരു പ്രവർത്തനമല്ല, അതിന് മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രം. എല്ലാ കാര്യങ്ങളും സിസ്റ്റേഴ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. വളരെ സെൽഫ്ലെസ് സർവീസാണ് നമ്മുടെ ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സാണ്. അവർ എത്രമാത്രം പറഞ്ഞാലും എനിക്കറിഞ്ഞുകൂടാ, അത്രമാത്രം അവർ നന്നായി തന്നെ. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ അച്ഛൻ അറിയാമല്ലോ, അത്ര ഈസി ഒന്നുമല്ല. ഞാൻ ദേഷ്യപ്പെടുന്നതിനൊക്കെ നമ്മുടെ ഇമേൽസിനോടില്ലെങ്കിലും സിസ്റ്റേഴ്സിനോട് ദേഷ്യപ്പെടുന്ന ആളാണല്ലോ. അതുകൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടാം. എങ്കിൽ പോലും അവരെ സംബന്ധിച്ചോളാം ഞാൻ പറയുന്നത്, എൻ്റെ കൂടെ ജോലി ചെയ്താൽ തന്നെ അവർ സ്വർഗത്തിൽ പോകുന്ന അത്ര. കാരണം ഞാൻ എൻ്റെ ഒരു കർക്കശ സ്വഭാവമൊക്കെ എന്നോടൊപ്പം ജോലി ചെയ്യുന്നവരോടൊക്കെ എനിക്കുള്ളൂണ്ടല്ലോ. അപ്പോൾ അതെൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരല്ലാതെ അവർ പിള്ളേരും പറയും ചെവി പഞ്ഞി വെച്ചിരിക്കുന്നതെന്ന് പറയും, വഴക്ക് കേൾക്കാതിരിക്കാൻ ഒക്കെ. എൻ്റെ എനിക്കൊരു നിർബന്ധമുണ്ട്, ആത്മാർത്ഥത വേണം ചെയ്യുന്ന കാര്യത്തിൽ, താല്പര്യം വേണം. താല്പര്യമില്ലാതെ ആരും ചെയ്യരുത്, താല്പര്യത്തോടെ ചെയ്യണം, ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇതൊക്കെ പക്ഷേ എനിക്കതിനകത്ത് വലിയ ഗുണം ചെയ്തത് നമ്മുടെ ആദ്യകാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്ററാണ്, ഇപ്പം അമ്മ വീട് കോക്കാട് സിസ്റ്റർ ബിന്ദുഷ സിസ്റ്റർ. നമ്മുടെ നേഴ്സിംഗ് ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടൊക്കെ ജോലിയായി പോയതാണ്. അവിടെ നിന്ന് രാജിവെച്ചു. ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു, വെച്ചാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത, കാരണം ലിറ്റിയാമ്മ മരിച്ചില്ല. അത് ഞാൻ പറഞ്ഞു, കുഞ്ഞിന് രാജിവെച്ചില്ല, നീ ശുശ്രൂഷിക്കണം. ഞാൻ പറഞ്ഞു രാജിവെച്ചിട്ട് ഇതേ സെയിം സമാനം ഇപ്പം നമ്മൾ സ്നേഹത്തിനേക്കാൾ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നു. ഞാൻ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് ഉത്തരവാദിത്തത്തിലൂടെ ആ സിസ്റ്റർ അവിടെ ചെയ്യുന്നത്. എനിക്ക് ഞാൻ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഇൻസ്പിറേഷനാണ്, അത് സംശയമില്ല. നമ്മുടെ ശുശ്രൂഷയുടെ ഇൻസ്പിറേഷനാണ്. നമ്മുടെ അവിടെ ശുശ്രൂഷ ചെയ്ത കോൺഗ്രിഗേഷൻ തന്നെ ഇത് വലിയൊരു മാന്യതയായി അവരുടെ ശുശ്രൂഷ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെ. ഞാനതിനെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നത്. അതുപോലെ കൂടുതൽ അച്ഛന്മാർ, എഡിസൺ അച്ഛനായാലും ശാമുലിച്ചനായാലും ഇപ്പം നമ്മുടെ ഫ്രാൻസിസ് അച്ഛനായാലും ഒക്കെ ഇതിനുവേണ്ടി ഞാനെന്നുള്ളതല്ല സത്യം പറഞ്ഞാൽ, അവിടുത്തെ എല്ലാവരും ടീം വർക്കാണ്. ഇവരെല്ലാവരും 100% ആത്മാർത്ഥതയോട് ഇതിനകത്ത് ചേരുന്നത് കൊണ്ടാണ് നന്നായിട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നത്. പിന്നെ അവിടെ ആളുകളുടെ സഹായം ഫിസിക്കലായിട്ട് തന്നെ വന്ന് സഹായിക്കുന്ന ധാരാളം പേരുണ്ട്, സാമ്പത്തികമായി സഹായം ചെയ്യുന്നവരുണ്ട്, ഭക്ഷണം കൊണ്ടുതരുന്നവരുണ്ട്. നമ്മുടെ ഇടവുകളിൽ നിന്നും ദുർലഭമായ ഒരു സഹായം നമുക്ക് ലഭ്യമാകുന്നുണ്ട് നമ്മുടെ ആളുകളിൽ നിന്ന്. ഇത് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഓരോരുത്തരെടുത്ത് പറയാൻ എനിക്ക് ഒരു പ്രത്യേകത, തമ്പുരാനോട് ചോദിച്ചാൽ തമ്പുരാൻ തന്നിരിക്കും. ആരിലും കൂടെ മറ്റ് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ 2ാം ലോക്ക്ഡൗണിൽ എന്നോട് സിസ്റ്റർ പറഞ്ഞു, ചാലയെല്ലാം അടച്ചു പോകും അച്ഛൻ ഒന്നും മേടിക്കുന്നു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ സ്വർഗത്തിലെ അപ്പച്ചൻ ലോറിയെ കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാം തീർന്നു. ഉച്ചയായപ്പം ഫ്രാൻസിസ്റ്റൻ പറഞ്ഞ, വെച്ചാൽ വെജിറ്റബിൾ സാധനം എല്ലാം തീർന്നു, ചാല അടച്ചു, പാളയം മാർക്കറ്റ് അടച്ചു, നമുക്ക് സാധനം മേടിക്കാൻ പോലും നോക്കത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ഇച്ചിരി പൈസ ഉണ്ട്, നമുക്ക് പലയിടത്ത് പോയി മേടിക്കാം എന്നൊക്കെ ഞാനിങ്ങനെ ഫ്രാൻസിസ്റ്റിനോട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾ കൃഷിക്ക് ഇറങ്ങിയിരിക്കുക. അപ്പോൾ പിള്ളേരൊന്നും ഞാൻ ലോറി വന്നു ഞാൻ കയറി വന്നപ്പം ഒരു ലോഡ് സാധനമാണ് വന്നേക്കുന്നത്. മാങ്ങായും പഴവർഗ്ഗങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തുവാ? അത് ഈ കോവിഡെല്ലാം അടച്ചപ്പോഴേ ഈ സാധനം ഇവിടെ കൊണ്ടുപോകും. പുറത്തുനിന്ന് വന്ന ലോറികളാണ്, ഒരു ലോറി നിറച്ച് സാധനം. അപ്പോൾ എനിക്ക് അവിടെ ഇതിവിടെ എവിടെ സൂക്ഷിക്കും? എല്ലായിടത്തും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച സ്ഥാപനങ്ങളെ കൊണ്ട് കൊടുക്കാനും ഒക്കുന്നില്ല. ഭാഗ്യത്തിന് ഞാൻ കഴിഞ്ഞ ഈ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മുറി AC ആക്കിയായിരുന്നു, ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ കിടത്താൻ. അത് AC ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് ഗസ്റ്റും വന്നില്ല. ആദ്യത്തെ ഗസ്റ്റ് ഈ സാധനങ്ങളാണ്. ഈ വന്ന സാധനമൊക്കെ എടുത്ത് AC മുറി വെക്കേണ്ടി വന്നു. കാരണം പെട്ടെന്ന് രീതിയായി പോയിരിക്കും. ഞാൻ ഇപ്പം സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ പോലെ ലോറിയെ തന്നെ വന്നല്ലോ എന്നാണ്. നമ്മൾ തമ്പുരാൻ ചെയ്യും, അത് തമ്പുരാൻ ചെയ്യുന്ന വിവിധ വ്യക്തികളിലൂടെയാണ്. നമ്മൾ കാഷ്വലായിട്ട് പറയുന്നത് അതുപോലെ തന്നെ തമ്പുരാൻ ചെയ്ത് കളയും. തമ്പുരാൻ കഴിയും അതിന് ഈ നമ്മുടെ ആളുകളെല്ലാം ഇങ്ങനെ പ്രചോദിപ്പിക്കാൻ. പ്രയാസം ബുദ്ധിമുട്ട്, കടബാധ്യതകളൊക്കെ ഉണ്ട്, അതെല്ലാ സ്ഥാപനത്തിലുമുണ്ട്. സ്നേഹിതന്നല്ല എല്ലാ ഇതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ കാലഘട്ടത്തിൽ ഞെരുങ്ങി. പക്ഷേ പുറത്തെ ആളുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഞെരുക്കമില്ല. പുറത്തെ ആളുകളെ വെച്ച് നോക്കുമ്പോൾ എന്നോട് പല TV-ക്കാരും ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മകളെ, ഇവിടെ പുറത്തെ ആളുകൾ അനുഭവിക്കുന്നൊരു വേദന
ഭക്ഷണമില്ലാഴിക, വസ്ത്രമില്ലാഴിക ഇതിനകത്തുള്ളവർക്ക് വന്നില്ല ഇതുവരെ. അവർക്കില്ലെങ്കിലും അവർ കൊണ്ടുതരുന്നുണ്ട്. അവരുടെ ഇല്ലായ്മയിൽ നിന്നെല്ലാം എത്തിക്കുന്നുണ്ട്. അപ്പം സുഭിക്ഷത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സുഭിക്ഷത ആണെന്നും പറയാം, അല്ലെന്നും പറയാം. ആ ഒരവസ്ഥയുണ്ട്. അപ്പം ആളുകളുടെ സഹായം കൊണ്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. ഫിസിക്കലായിട്ടായാലും ഫിനാൻഷ്യലായാലും നമ്മുടെ ആളുകൾ എത്തിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം അത് കുറയുമ്പം അത് കുറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കുറയുമ്പം ഇത് കുറയും. ഞാൻ എങ്ങും പിരിവിന് പോകാറില്ല, ആരോടും പിരിവ് ചോദിക്കാറുമില്ല. ഇന്ന് വരെ ആരോടും ഞാൻ ഒരു പൈസ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആകെ കൂടെ ഇങ്ങനെ ഞരങ്ങിയും മൂളിയും ഒന്ന് ചിലപ്പോൾ തിരുമേനോട് പറയും, ദാവി കടയിലൊക്കെ പൈസ കൊടുക്കാനുണ്ട്, വേണമെന്ന് എന്നിട്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ തിരുമേനി എവിടെ നിന്നും കിട്ടിയത് കൊണ്ട് തരുമോ അല്ലെങ്കിൽ പ്രബലം തരുമോ തന്നാൽ, അല്ലാതെ ഞാൻ എന്തുകൊണ്ട് അരമനെ തന്നുകൂടായെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം അരമനയിലായാലും ഞാനായാലും ചെയ്യുന്നതെല്ലാം ഒന്നും തന്നെയല്ലേ. അച്ഛൻ ചെയ്താലും ഞാൻ ചെയ്താലും സഭയുടേതാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തിരുമേനി കൊണ്ടു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരുമേനിയെപ്പോലെ തന്നെ ഉത്തരവാദിത്വം സഭയിൽ എനിക്കുമുണ്ട്. അത് ഞാൻ കണക്കാക്കുന്നതാണ്. പണ്ട് ബിസിനസ് തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ്. തിരുമേനി നേതൃത്വം കൊടുക്കുന്നു. തിരുമേനിയുടെ ഞാൻ അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൻ്റെ ആധ്യാത്മികത മറ്റൊന്നുണ്ട്, അത് ഞാനത് പറയാൻ വിട്ടുപോയത്. ഈ സ്ഥാപനത്തിൻ്റെ ശുശ്രൂഷകൾ മുഴുവനും ബസേലിയസ് തിരുമേനി, അതായത് നമ്മുടെ ക്ലെമീസ് തിരുമേനിയുടെ ഇവിടുത്തെ നമ്മുടെ കാതോലിക്ക ബാബയുടെ നിയോഗങ്ങളുടെ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം ചില ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ തിരുമേനിയുടെ വഴക്കുണ്ടാക്കുമല്ലോ, അത് കഴിഞ്ഞ് ഞാൻ ചിന്തിക്കും, കുറവെൻ്റെതാണ്. ഞാൻ എവിടെയോ ഇവരെ ശുശ്രൂഷിച്ചതിൽ ഭംഗം വന്നുകൊണ്ടാണ് ഞാൻ പിതാവിനെ വഴക്കുണ്ടാക്കണം വന്നത്. എന്തെങ്കിലും കുറവ് തിരുമേനിയുടെ നിയോഗങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ശുശ്രൂഷയുടെ പ്രാർത്ഥന മാത്രമേ, ഞാൻ അവിടെ ചെയ്യുന്ന ജോലി എവിടെയോ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരിഞ്ഞിട്ടുണ്ട്. അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആധ്യാത്മികത അതാണ്. ഇതിൻ്റെ ഇപ്പോൾ അവിടെ അച്ഛൻ ചോദിച്ചു, അവരെ മുടി വെട്ടുന്നു, ഹെയർ വന്നു, അവരെ കുളിപ്പിക്കുന്നു, ഈ ചെയ്യുന്നതെല്ലാം തന്നെ ബാബാ തിരുമേനിയുടെ നിയോഗങ്ങളുടെ, സഭയെക്കുറിച്ചുള്ള ബാബാ തിരുമേനിയുടെ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അതാണ് എൻ്റെ നിയോഗം. അതുകൊണ്ട് ബാബയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് അവിടുത്തെ എല്ലാ സിസ്റ്ററും. നമ്മളിപ്പം പ്രാർത്ഥന ചൊല്ലി പണ്ടൊക്കെ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റുകളൊക്കെ വെച്ച് പ്രാർത്ഥിപ്പിച്ച് നിയോഗങ്ങൾ, ഇത് മറ്റൊരു രീതിയാണ്. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് തന്നെ നിയോഗമാക്കി സഭയുടെ നിയോഗങ്ങളാക്കി മാറ്റുക. അതുകൊണ്ട് തന്നെ വലിയ ഇത് തമ്പുരാൻ്റെ ശരീരമായ സഭയെ നടത്തേണ്ടത് തമ്പുരാനാണല്ലോ, നമ്മൾ നടന്നോളും. അതാണ് എൻ്റെ സ്നേഹവീടിനെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായി എനിക്ക് മനസ്സിലാകുന്ന കാഴ്ച അതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന മുഴുവൻ തമ്പുരാൻ്റെ ശരീരത്തിന് വേണ്ടി ആയതുകൊണ്ട് തമ്പുരാനെ തന്നെ അത് ആരെയിലൊക്കെ കൃത്യസമയത്ത് ആൾക്കാരെ അത്ഭുതങ്ങളാണ് ഓരോ നിമിഷവും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സംശയമൊന്നുമില്ല. ഈ വലിയ അത്ഭുതത്തിന് പിന്നെ വേറെ ഒരു ഇങ്ങനെ ഇല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഞാനത് തിരുവനന്തപുരം പറഞ്ഞിട്ടുണ്ട്, പിതാവേ ഇതിനൊന്നും കോർപ്പൂസ് ഫണ്ട് വേണ്ട. നമ്മളൊക്കെ ഞാൻ ഈ ശ്രേയസിൻ്റെ ഒക്കെ ആളായിരുന്നു. കോർപ്പൂസ് ഫണ്ടിൻ്റെ ഒക്കെ വേണമെന്നൊക്കെ പറയുന്ന ആളാണല്ലോ, നമ്മുടെ ആ രീതിയിൽ ചിന്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇതിന്നും കോർപ്പൂസ് ഫണ്ട് വേണ്ടാന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം തമ്പുരാനാ സമ്പത്ത്, തമ്പുരാനാ അവകാശം, പിന്നെ ഇതിനെ കോർപ്പൂസ് ഫണ്ട് തമ്മിൽ സമയത്തിന് തന്നോളും, എല്ലാ സമയത്തിനും ചെയ്തോളും. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ കൂടുതൽ അടുക്കാനും. പണ്ട് ഞാൻ ഷിമോഗയിലുള്ളപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോ ദൂരെ നിന്നൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ മേടെ നിർത്തി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ദീവനേശ്വരനോട് ചോദിച്ചു. അപ്പോൾ ദീവനേശ്വരന് പറഞ്ഞു, പക്ഷെ അത് സാമ്പത്തികമൊക്കെ അച്ഛൻ അങ്ങനെ എടുക്കും. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല, എനിക്ക് പിള്ളേരെ ഈ പ്രശ്നം പരിഹരിക്കണം, സാമ്പത്തികം ചിന്തിച്ചു. ഇപ്പോൾ പിതാവിനോട് പറഞ്ഞറിയാമോ, രാത്രിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് മുട്ടുമേ നിന്ന് കൈ വിരിച്ച് പിടിച്ചങ്ങ് പ്രാർത്ഥിക്കണം. പിറ്റേ ദിവസം അച്ചട്ടായിരിക്കും വെച്ചാൽ അച്ഛൻ ആവശ്യമില്ലാതെ തന്നിരിക്കും. ദിവന്യസിമേനി അന്ന് പറഞ്ഞ് ഇന്നും നടന്നുകൊണ്ടിരിക്കുക. അന്ന് ഷിമോഗയ്ക്ക് വേണ്ടി എന്നോട് പറഞ്ഞെങ്കിൽ ഇന്ന് സ്നേഹ ദിവ്യസിമേനി പറഞ്ഞ വാക്ക്, രാത്രിയിൽ തമ്പുരാന് മുമ്പിൽ പോയി മുട്ടുമേ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ പിറ്റേ ദിവസം നടന്നിരിക്കും. അത് സംശയമൊന്നുമില്ല. അത് അച്ചട്ടാണ്. നമ്മുടെ തിരുമേനിമാർ പറഞ്ഞു തന്ന വാക്കുകളൊക്കെ തന്നെ ഞാനും വിമർശക്കാനാണ്. പക്ഷേ ഇവരെ അനുസരണത്തിൽ ഇക്കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ചയില്ല. തിരുമേനിമാരൊക്കെ വിമർശിച്ച് പറയുന്ന ഒരാളാണെങ്കിൽ പോലും ഇവർ പറഞ്ഞു തന്നിരിക്കുന്ന വചനങ്ങൾ അച്ചട്ടാണ്. അനുസരിച്ച് തന്നെ ദൈവം കൃപ തന്നിരിക്കും. സ്നേഹവീട്ടിലെ 12 വർഷത്തെ ശുശ്രൂഷ അച്ഛൻ്റെ വ്യക്തിപരമായ ആധ്യാത്മികത എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? അത്രയും നാളും അച്ഛൻ ഇടവകളിൽ ശുശ്രൂഷ ചെയ്ത ഒരു നല്ല ഇടവക വികാരിയായിരുന്നു. എനിക്ക് ശേഷം പുതിയ ഏൽപ്പിച്ച് ഏത് ശുശ്രൂഷയിലും എനിക്ക് ഒരുപോലെ സ്നേഹപ്പെട്ടിട്ട് കൂടുതൽ എന്നൊന്നും തോന്നില്ല. ഇടവകയായാലും ഇതായാലും എല്ലാം പിന്നെ
ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ഒരുപോലെ തന്നെ. പിന്നെ അതിനകത്തൊരു എൻ്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് പരിശുദ്ധമ്മയോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മയും, എൻ്റെ അപ്പച്ചനാണ് പ്രധാനമായിട്ട് എന്നെ ഒരു മരിഭക്തനാക്കി. അതുപോലെ നമ്മുടെ ഞായലൂർ അച്ഛൻ, ഇവർ എന്നെ മരിഭക്തനാക്കുന്നതിലുള്ള വലിയ ഈ പരിശുദ്ധ അമ്മയുടെ, ഞാൻ എൻ്റെ ഇടവകയിൽ എൻ്റെ കസേരയിൽ ഇരുന്നിട്ടില്ല, വികാരി കസേരയിൽ ഞാൻ മാതാവിൻ്റെ പടം എടുത്ത് വെക്കുമായിരുന്നു. ഇടവക ഭരിക്കുന്ന മാതാവെന്ന് പറയുമായിരുന്നു. എൻ്റെ ഇടവകയിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഇടവക മുഴുവൻ നന്നായിട്ട് പ്രശ്നങ്ങളുള്ള പള്ളിയിലൊക്കെ എന്നെ വെക്കുമായിരുന്നു. എൻ്റെ ചെയറിൽ മാതാവിൻ്റെ പടം എടുത്ത് വെച്ചേക്കും. എന്നിട്ട് ഞാൻ പറയും, മാതാവ് ഇനി അങ്ങ് ഭരിച്ചേക്കണം ഇടവക. മാതാവ് ഭരിക്കുമായിരുന്നു. എന്നെ ഈ സിമ്പിൾ ഫെയ്ത്ത്, മാതാവിനോട് ഇങ്ങനെയുള്ള സിമ്പിൾ ഫെയ്ത്ത് എൻ്റെ അപ്പച്ചനും ഞായലൂരച്ഛനും എന്നെ പ്രചോദിപ്പിച്ച് പഠിപ്പിച്ചതാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഇന്നുമുണ്ട്, ഇപ്പോഴും അങ്ങനെയാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ എൻ്റെ ഇരിക്കുന്നതിന് പറയും, ആ കസേര ഇരിക്കുന്ന പറഞ്ഞിരിപ്പുണ്ട്, മാതാവിനോട് പറയും, മാതാവ് നടത്തിക്കോളെ. എനിക്കതുകൊണ്ട് ഒരു കുറവുമില്ല. ഈശോമ്പരാൻ പള്ളിയിലുമുണ്ട്, എൻ്റെ ഓഫീസിൽ എൻ്റെ മാതാവ് ഇരിപ്പുണ്ട്. ഒരു കുറവുമില്ലാതെ തമ്പുരാൻ നടത്തുന്നു. ഇത് തന്നെ അതിനകത്ത് എങ്ങനെ അച്ഛൻ ചോദിച്ചത് എങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചാൽ അത്ഭുതങ്ങളാണ്. അതിന് ആൾക്കാരെ നമ്മൾ പറയണ്ട, പരിശുദ്ധ അമ്മ പ്രചോദിപ്പിക്കും, ഈശോ പ്രചോദിപ്പിക്കും. അത് ജാതിമത ഭേദമന്യേ ആരെയും പ്രചോദിപ്പിച്ച് കൊണ്ടുവരും. നമുക്കറിഞ്ഞൂടാലോ ആരുടെയിലാണ് കാശിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. പണ്ട് പഴയ ചാപ്പൽ, ഇപ്പോഴത്തെ ഓഫീസ്, അത് ചാപ്പലാക്കാൻ പോവാം. അപ്പോൾ എനിക്ക് തറയിൽ എന്തോ ചെന്ന് അറിഞ്ഞൂടാ, മരുമൂത്രം ഒഴിക്കുന്നതിന് നൂറുന്നതിനൊക്കെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു പഴയ വിനോയിൽ ഷീറ്റ് ഇരിക്കുന്നു, ഞാൻ പേപ്പർ വിരിച്ചിട്ട് വിനോയിൽ ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ, അച്ഛൻ എന്ത് ചെയ്യുമോ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പേപ്പർ വിരിച്ച്, അച്ഛാ എന്താ ഇവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, വിനോയിൽ ഷീറ്റ് പഴയിടാം. വേണ്ട അച്ഛാ, എൻ്റെ വീട്ടിൽ ഇട്ടേക്കുന്ന ബാക്കി ഈ ഗ്രാനൈറ്റ് ഇരിക്കുന്നു, അത് ഞാൻ തരാം. നമ്മുടെ ഡോക്ടർ പൗലോസാണ്, ഡോക്ടറിനെ വിളിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഡോക്ടർ മുറ്റത്ത് നിൽക്കുകയാണ്. നമ്മൾ ഇതിരുന്ന് പേപ്പർ നിരത്തിക്കൊണ്ടിരിക്കുമ്പോഴും തമ്പുരാൻ കാണുന്നുണ്ട് ഗ്രാനൈറ്റ് ഇരിക്കുന്ന വീട്. നമ്മളെ വിളിച്ചു തരും, എനിക്കറിഞ്ഞൂടാ, പക്ഷെ തമ്പുരാനറിയാം. അതാണ് ഈ സ്നേഹവീടിൻ്റെ മാത്രമല്ല, ഇതുപോലുള്ള എല്ലാ ഭവനങ്ങളുടെയും. ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ വളരെ ശക്തമായി പ്രചോദിപ്പിച്ച് നമ്മുടെ കുറ്റിക്കലച്ചൻ കുറ്റിക്കലച്ചൻ്റെ കാസർഗോഡ് 100-300 പേരുള്ള 200ഓളം സ്ഥാപനം പേരും 100 പേര് ധ്യാനിക്കാനിരിക്കുമ്പോഴേ ഒരു ദിവസം കഞ്ഞിക്ക് വകയില്ല. അവിടെ വെള്ളം തിളപ്പിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഉള്ള അരി ഇടാൻ പറഞ്ഞു. 2 കിലോ 3 കിലോ അരിയുണ്ട്, അത് നീട്ടി കഞ്ഞിവെള്ളം കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം ധ്യാനത്തിനിടയിൽ അച്ഛനെ കൊണ്ട് നിന്ന് എല്ലാം കൂടെ ഈ ചരിത്രത്തിന് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് എനിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ 5,5000 പേരെന്ന് പറഞ്ഞ പോലെ ഈ 2 കിലോ അരി ഉണ്ടായിരുന്നത് ആ ചെമ്പ് നിറച്ചും ചോറായ സംഭവമുണ്ട് കേരളത്തിൽ. ഇത് ഭംഗിവാക്കല്ല, അത് ആകാശപ്രവോട് ചോദിച്ചാൽ പറഞ്ഞുതരും. സംഭവിച്ചതാണ്. ഇത് കണ്ടവരും ഇത് അനുഭവിച്ചവരുമാണ് ധാരാളം പേര് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ആധിയില്ല, ദൈവത്തിൽ ആശ്രയിച്ച് പോകും. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ സന്തോഷമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ വീട്ടിലോട്ട് എന്നോട് പറഞ്ഞു വെച്ചാൽ അവിടെ കോവിഡ് പ്രശ്നമുണ്ട്. അപ്പം അവൻ പറഞ്ഞു, തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട് വെച്ചാൽ എന്തോ ഒരു പവറായിരുന്നു പറഞ്ഞു അവൻ്റെ പിള്ളേരെ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ തീയുണ്ട്. സ്നേഹവീട്ടിൽ മാത്രമല്ല, അത് ഇങ്ങനെ നടത്തുന്ന എല്ലാവരുടെ ഉള്ളിൽ തീ ഭയങ്കരമാണ്. അതിനെ കത്തിച്ച ഒരാളാണ് നമ്മുടെ ജോർജ് കുറ്റിക്കലച്ചൻ. നമ്മളിത് പറയുമ്പോൾ ഇവരെല്ലാം അറിയാതെ ഓർത്ത് പോകുന്നു. എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഫിഗറുകളാണ് തീർച്ചയായിട്ടും. അതൊക്കെ ഒരു ജീവിച്ച വിശുദ്ധരാണ് അതൊക്കെ. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മളെ സ്നേഹവീടിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാം പിൻബലമായിട്ടുണ്ട്. ഇതുവരെയും നമ്മുടെ പ്രേക്ഷകർ സ്നേഹവീടിലെ ശുശ്രൂഷകളോ അതിൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് അച്ഛൻ അവരോട് പറയേണ്ടത്, സ്നേഹവീട്ടിൽ ഇപ്പോൾ എത്ര ഇൻമേറ്റ്സ് ഉണ്ട്, അവർക്ക് ഒരു ദിവസം ആവശ്യമായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ഈ ആളുകൾക്ക് ഏത് തരത്തിൽ അച്ഛനെ സഹായിക്കാൻ പറ്റും, അതൊന്ന് കൃത്യമായി പറയാം. ഏതാണ്ട് 350ഓളം ആളുകൾ ഇതുവരെ നമുക്ക് അഡ്മിഷൻ വന്നു. 340ഓളം ആൾക്കാർ നമ്മൾ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. 350 അടുപ്പിച്ച് 340 സംതിങ്ങാണ്, ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അഡ്മിഷൻ അതിനകത്തൊരു 146 150ഓളം പേരെ നമ്മൾ തിരിച്ച് വീടുകളിലേക്ക് വിട്ടിട്ടുണ്ട്. ഒരു 50ഓളം. പിന്നെ കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. 2-3 പേര് മിസ്സിങ് ആയിട്ടുണ്ട്, ഇറങ്ങിപ്പോയവരുണ്ട്. നമ്മളത് മിസ്സിങ്ങിൻ്റെ നിയമം അനുസരിച്ച് എൻ്റെ കേസൊക്കെ ചെയ്യും. നമ്മൾ അവിടുത്തെ ശുശ്രൂഷയുടെ
രണ്ട് ഹൗസാണ് ശരിക്കും സ്നേഹമുള്ള. ഒന്ന് മാനസിക രോഗികളെ നോക്കുന്ന സ്ഥലമുണ്ട്, ഒന്ന് കിടപ്പ് രോഗികൾ 9ാം വാർഡിൽ നിന്ന് വരുന്നതായ ആരും നോക്കാനില്ല, മരണത്തോട് ഒരു പാലിയേറ്റീവ് മരണത്തോട് അടുത്ത് കിടക്കുക. ഇനിയിപ്പം ഒരു സൽമരണം കൊടുക്കുക. നമ്മുടെ 9ാം വാർഡിലെ ആൾക്കാർ മരിക്കുന്നതിന് ഒരു നേഴ്സുമാർ നന്നായിട്ട് നോക്കും, ഡോക്ടർമാർ നോക്കും. മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുപോയി അവിടെ മോർച്ചറി നോക്കും, എല്ലാം വാരിക്കെട്ടി കോർപ്പറേഷൻകാർ കൊണ്ടുപോകും. അപ്പം 2008 മാർപ്പാപ്പ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ആരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ മരിക്കരുത്. അപ്പോൾ എന്നെ അത് ചിന്തിപ്പിച്ചാണ് ഈ 9ാം വാർഡിലെ ആളുകളെ എടുക്കാൻ. അതായത് മാനസിക രോഗ ആശുപത്രി അല്ലാതെ മെഡിക്കൽ കോളേജ് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലെ 9ാം വാർഡ് ഡിസ്ട്രിക്ട് വാർഡുണ്ടല്ലോ, അവിടുത്തെ ആളുകൾ ആരുമില്ലാതെ മരിക്കുക. അപ്പോൾ ആരുമില്ലാതെ മരിക്കരുത്. മരണത്തിൻ്റെ സമയത്ത് ഞാൻ ആരെങ്കിലും ഉണ്ടാകണം, ഏതെങ്കിലും ഒരു മതകർമ്മം കിട്ടട്ടെ, ഏതെങ്കിലും ഒരു മതകർമ്മം കിട്ടും. മരിച്ചു കഴിയുമ്പോൾ ആഘോഷമായൊരു ശവടം കിട്ടട്ടെ. എല്ലാവരും ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ലഭ്യമാക്കി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത്, തിരുവനന്തപുരത്ത് ആരും തന്നെ ഉപേക്ഷിക്കപ്പെട്ട് മരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. തിരുവനന്തപുരം ലോകത്തിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഏരിയ ഞാൻ ജീവിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട മനസ്സിൽ മരിക്കരുത്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നെങ്കിൽ അവർക്ക് മരണസമയത്തൊരു ആളുണ്ട് എന്ന് അവർക്കൊരു ബോധ്യം, മരിക്കുമ്പോൾ പ്രത്യാശയോട് മരിക്കാൻ. ഇപ്പോൾ അപ്പോൾ എത്ര പേരാണ് അത് നമ്മൾ ഹോസ്പൈസസ് അത് നമ്മൾ പിന്നീട് തുടങ്ങിയത്, രണ്ടാമത് തുടങ്ങുന്നത് ഹോസ്പൈസ്, കിടപ്പ് രോഗികളും പലതരം രോഗികൾക്ക് വേണ്ടി അതൊരു സെക്ഷനാണ്. അത് 26 പേരുണ്ട്. പിന്നെ മാനസിക രോഗികൾ, അങ്ങനെ 2 ഗ്രൂപ്പാണ് നമുക്ക് അവിടെ ഉള്ളത്. മാനസിക രോഗികൾ മൊത്തം ഇപ്പം 95 പേരാണ്. 95 പേര് ഇപ്പം നമുക്ക് 124 പേർക്കുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ ആളുകൾ എടുക്കുന്നില്ല. അപ്പം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യങ്ങൾ മാത്രമേ അവിടെ കാര്യം ചെയ്തുള്ളൂ. അപ്പം ഇപ്പം ഇവരുടെ ചിലവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ശരാശരി ഒരാൾക്ക് നമുക്ക് ഒരു നമ്മുടെ അവിടെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ ധാരാളം ആളുകൾ ഭക്ഷണം കൊണ്ട് തരുന്നുണ്ട്, സോപ്പ് തരുന്നുണ്ട്. അതിന് പുറമേ ശരാശരി നമുക്കൊരു 6500-7000 രൂപ മാസം ഒരാൾക്ക് ചിലവാകും. ഒരാൾക്ക് ചിലവാകുന്നുണ്ട്. നമ്മുടെ ഫുഡ് നല്ല ഫുഡാണ് കൊടുക്കുന്നത്, മെഡിസിൻ കൊടുക്കുന്നതായാലും മെഡിസിൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതിന് പുറമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മെഡിസിൻ, നമുക്ക് ആയുർവേദ മെഡിസിൻ വാങ്ങുന്നുണ്ട്, അലോപ്പതി ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. ആയുർവേദ ഡോക്ടർമാർ നമുക്കുണ്ട്, ഗവൺമെൻറ് ഡോക്ടർമാരുണ്ട് ആയുർവേദം. എല്ലാ ശനിയാഴ്ച നമുക്ക് അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വളരെ സപ്പോർട്ട് ചെയ്തു നമുക്ക്. അവരൊക്കെ അവിടുത്തെ നമ്മളെക്കാൾ ഇൻവോൾവാണ് ഈ ഗവൺമെൻറ് ഡോക്ടർമാരൊക്കെ. അതെ, ഞാനവിടെ ഇൻവോൾവ് ചെയ്യുന്നതിനേക്കാൾ ഈ സ്നേഹപ്പെട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അവർക്ക്. അവരുടെ സ്വന്തമാവും നമുക്ക് ഇവരെല്ലാം അവരുടെ സ്വന്തമാണ്. അത്രയ്ക്ക് അവരെ ഇൻവോൾവ് ആകാൻ നമ്മൾ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെയുള്ള കുറേ സപ്പോർട്ട് നമുക്കുണ്ട്. പ്രത്യേകിച്ച് പേഴ്സണൽ സപ്പോർട്ട്, അത് ഭയങ്കര മോറൽ പവർ എന്ന് പറയുന്നതാണല്ലോ. നമുക്ക് എന്തും ചെയ്യാൻ ചങ്കുറ്റം വരും. നമ്മുടെ ഗവൺമെൻറ് ഡോക്ടർമാർ നമ്മുടെ പോലീസ് നമ്മുടെ കൂടെ നിൽക്കുന്നു പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി ഒരുത്തിന് എഴുതുകൊണ്ട് വരാനൊക്കെ അതിനെ നോക്കാൻ ഒക്കും എന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മറ്റൊന്നാണ് നമ്മുടെ 10ാം വർഷത്തിൽ നമ്മൾ തുടങ്ങിയാണ് പ്രത്യാശ എന്ന് പറഞ്ഞ പദ്ധതി. അത് നമ്മുടെ സ്ഥാപനം മാത്രമല്ല, കേരളത്തിന് പുറത്തുമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ തിരിച്ചവിടെ വീട്ടിലെത്തിക്കാം. അത് നമുക്ക് 2 ബംഗ്ലാദേശുകാരെ തിരിച്ചെത്തിക്കാനെത്തുന്നതാണ്. നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് അവിടെ കൊണ്ടുവിട്ടു. അതിനൊക്കെ സാധിച്ചെന്നുള്ളതാണ്. അങ്ങനെ ധാരാളം. അത് തന്നെ ഇപ്പോൾ 200ഓളം പേരെ പ്രത്യാശ എന്ന പേരിലാണ് നമ്മൾ തുടങ്ങിയത്. സർക്കാരും ഈ പ്രോജക്റ്റിന് പ്രത്യാശ എന്ന പേരിട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഈ തിരിച്ച് റീയൂണിയൻ പ്രോഗ്രാമിന് അവരെ തിരിച്ച് വീട്ടിലെത്തിക്കുന്ന സർക്കാരെടുത്തേക്കുന്ന നമ്മുടെ കൊടുത്ത പേര് തന്നെ സർക്കാരെടുത്തിരിക്കുകയാണ്, പ്രത്യാശ എന്നുള്ള പദ്ധതി. അത് നന്നായിട്ട് ഇപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ട് ചെന്ന് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നമുക്ക് അതിന് തന്നെ സോഷ്യൽ വർക്കേഴ്സ് 2 പേര്, ഒരു മദ്രാസിൽ നിന്നൊരു പെൺകുട്ടിയുണ്ട്, ബീഹാറുകാരുണ്ട്, MS പുള്ളിക്കാർ 2 പേര് നമ്മുടെ അപ്പോയിൻ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന് പുറത്തേക്കുള്ള വർക്കാണ്, ഇവിടെ മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ചേർന്നുള്ള വർക്കാണത്. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റുമായി അറ്റാച്ച്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ നമുക്ക് ചെയ്യാനൊക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കതിനകത്ത് ഒത്തിരി നമ്മൾക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ആളുകൾ അവിടെ ഉള്ളവർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ കൃപയാണ്. പിന്നെ നമ്മൾ ഈ വേൾഡ് അസോസിയേഷനുമായിട്ട് WAPR എന്ന് പറയും, അതിൻ്റെ ആയിട്ട് നല്ല അറ്റാച്ച്ഡാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഈ റിഹാബിലിറ്റേഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ എല്ലാം ഒരു തരത്തിലും മറ്റ് സ്ഥാപനങ്ങളുമായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധമാണ്. ഇതൊരു അച്ഛൻ ചോദിച്ചതുപോലെ ആളുകൾ വന്ന് ധാരാളം സഹായം നമുക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും ചെയ്തു തന്നതുള്ളൂ. ആഘോഷങ്ങൾ വന്നുണ്ട്. അവരുടെ ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ വിവാഹം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അല്ലെങ്കിൽ ഇതിന് ഓർമ്മ ഒക്കെ അവിടെ കുർബാന ചൊല്ലാൻ വന്നിട്ട് അവിടെ കുർബാന ചൊല്ലിട്ട് ചെയ്യുന്നവർ, അവിടുത്തെ ഭക്ഷണം തരുന്നവർ. പിന്നെ നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പള്ളികളിൽ നിന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത്
ഞാനൊക്കെ പള്ളികളിൽ പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ എൻ്റെ കാറിനകത്ത് സോപ്പ് പൊടിയൊക്കെ ആൾക്കാർ ധാരാളം വികാരിച്ചന്മാരൊക്കെ അങ്ങനെയൊക്കെ കളക്ട് ചെയ്തൊക്കെ തന്നുവിടും. അതൊക്കെ കുറേ നമുക്കങ്ങനെ ഉണ്ട്. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളുകൾ സഹായിച്ചില്ലെങ്കിൽ നടക്കത്തില്ല. ആളുകൾ സഹായിക്കും, ദൈവം അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചെന്ന് പറയാതെ തന്നെ തമ്പുരാൻ ഓരോരുത്തരെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടല്ലോ സ്കൂളിൽ നിന്ന് പിള്ളേരെ വിട്ടത്, അച്ഛൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ചു അങ്ങോട്ട്. അപ്പോൾ അതുപോലെ ഓരോരുത്തരും ദൈവ നിയോഗമായി ചെയ്യുന്നു, ഇനിയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സ്നേഹപീഠം മാത്രമല്ല, ഞാൻ സ്നേഹപീഠം മാത്രമല്ല പറയുന്നത്, നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാകും. ഒക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ അതാത് പ്രദേശത്തുള്ളവർ കാണുകയും കണ്ണു തുറന്ന് കാണുകയും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരെ സഹായിക്കുകയും ചെയ്യണം. അതപ്പം ബത്തേരിൽ ഉണ്ടല്ലോ സ്ഥാപനങ്ങൾ, തിരുവല്ല രൂപതയിലുണ്ട്, അങ്ങനെ എല്ലാ രൂപതകളിലും സിസ്റ്റേഴ്സൊക്കെ നടത്തുന്നുണ്ട്, അച്ഛന്മാർ നടത്തുന്നുണ്ട്, രൂപം നടത്തുന്നുണ്ട്, വ്യക്തികൾ നടത്തുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ തുറന്ന മനസ്സോടെ കാണുകയും അവിടേക്ക് കടന്നു ചെല്ലും. പലർക്കുമൊക്കെ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇതിൽ എന്തോ ഫോറിൻ പൈസ വരുത്താനാണ്, മറ്റൊക്കെ പൈസ. അവിടെ ഇൻവോൾവ് ചെയ്താൽ ഇവർക്ക് മനസ്സിലാവും അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇവരൊന്ന് അകത്ത് കയറി കിട്ടിയാൽ മതി. അല്ല, ഇത്തരം വിമർശനങ്ങൾ എവിടെ നിന്ന് വരുന്നവരും അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലാത്തവരും ഒരാളെപ്പോലും അവരൊരു ചെറുവിരലനക്കി സഹായിക്കാത്തവരുമാണ്. ചിലപ്പം ഈ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ ഗംഭീരമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വാചാലരാകുന്ന ആളുകളുണ്ട്, വിദേശത്തൊക്കെ ഇരുന്നിട്ട്. പക്ഷേ ഒരു ചെറുവിരലനക്കി ഒരാളെ ഒന്ന് സഹായിച്ചു. മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ഈ കോവിഡിനെ കുറിച്ചായിരിക്കാം മാർപ്പാപ്പ പ്രവചിച്ചത്. മനുഷ്യൻ്റെ ഗന്ധം പോയിട്ട് നിഴലുകളിലാവുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് സംഭവിച്ചല്ലോ. ഞാനത് ഈ കാലഘട്ടത്തെ കാണുന്നത് തന്നെ മാർപ്പാപ്പമാരുടെ എല്ലാ പ്രവചനങ്ങളെന്ന് ഞാൻ പറയുന്നത്. ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞായിരുന്നു, അർത്ഥത്തിന് പോലും അർത്ഥമില്ലാത്ത കാലമാണ് കഴിഞ്ഞ നൂറ്റാണ്ടതായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ട് അവസാനം അതായിരുന്നല്ലോ. ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത് മരണം അവൻ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ. കോവിഡിൽ എന്താ സംഭവിച്ച്? മനുഷ്യൻ മുഴുവൻ ഉപേക്ഷിക്കപ്പെട്ട അടുത്ത് നിൽക്കുന്ന മനുഷ്യനാണോ അനുഗ്രഹത്തിൻ്റെ ജീവിയാണോ എന്ന് രോഗിക്കറിയാമോ? മനുഷ്യരൂപം കാണാതെ മരിക്കേണ്ട ഗതികേട് വന്നില്ലേ? ഇനി മരിച്ചു കഴിഞ്ഞിട്ടോ ഭയപ്പാടോട് കൊണ്ട് നടക്കും. ചത്തവനെയൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. എന്നിട്ടും കൊണ്ട് മരിച്ചു കഴിഞ്ഞുള്ള ആഫ്റ്റർ ഡെത്തിന് പോലും ഇതൊക്കെ സംഭവിച്ചത് മാർപ്പാപ്പ പറഞ്ഞാൽ അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു 2008 ഈ സ്ഥാപനം തുടങ്ങുന്നതാണ്. അല്ല, മാർപ്പാപ്പ പറഞ്ഞ് ഇത് പ്രവചിച്ചിരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രവചിച്ചത് നിങ്ങൾ വെർച്വലായി ഇതെല്ലാം നിഴലുകളുടെ പുറകെ പോകും. നമ്മളിതെല്ലാം ഇപ്പം പറയേണ്ടത് നിഴലിൽ നേരിട്ടുള്ള മനുഷ്യബന്ധം ഗന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. അത് നിഴലുകളുടെ അത് പറഞ്ഞ് സംഭവിച്ചിരിക്കുക. ഇത് മാർപ്പാപ്പമാരെ കാലാകാലങ്ങളിൽ പറയുന്നത് ഒരു പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറയുന്നത് പ്രവചനങ്ങളാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് സംശയമൊന്നുമില്ല. അതാണല്ലോ നമ്മുടെ ഇൻഫാലിബിലിറ്റി എന്ന് പറയുന്നത്. അതൊരു ഭാഗമാണത്. ഞാൻ പറയുന്നത് നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ആളുകളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒക്കത്തില്ല. സ്നേഹവീട് മാത്രമല്ല, അതാത് സ്ഥലങ്ങളിലുള്ള ഏതൊരു സ്ഥാപനത്തെയും അതിനു ചുറ്റുമുള്ളവർ കരുതിയേ മതിയാകും. എങ്കിൽ മാത്രമേ ഇത് ദൈവനിയോഗത്തിന് മുന്നോട്ട് പോകുള്ളൂ. സ്നേഹവീട് ഒരു സ്ഥാപനം എന്നതിനപ്പുറത്ത് സുവിശേഷത്തിൻ്റെ ആനന്ദവും പ്രത്യാശയും, സുവിശേഷം നാളിതുവരെ കേട്ടിട്ടില്ലാത്തവർക്കും കണ്ടിട്ടില്ലാത്തവർക്കും കയ്യിൽ കിട്ടിയാൽ അത് തിരിച്ചറിയാൻ പോലും കഴിയാത്തവർക്കും നൽകുന്ന ഒരു ശുശ്രൂഷ കേന്ദ്രമാണ്. ആ ശുശ്രൂഷയ്ക്ക് തൻ്റെ ജീവിതം പൂർണ്ണമായും വ്യയം ചെയ്ത പ്രിയപ്പെട്ട ജോർജ് ജോഷുവ കന്നിലേത്തച്ഛനാണ് ഇതുവരെയും നമ്മോട് ഹൃദയപൂർവ്വം പരിപാടിയിൽ സംസാരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ജോഷുവ അച്ഛനും നന്ദി.